साग्रजातं सहजं रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणा ललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरो दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീത പറയൂ. ചതുശ്ലോകി ഭാഗവതത്തിലെ ഫസ്റ്റ് ശ്ലോകം എടുത്തു അല്ലെ? ശ്ലോകം നമ്പർ 8 കഴിഞ്ഞു. അതെ, 8 അതെ അതെ, ചതുശ്ലോകി ആദ്യത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കിയത്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അഹം സർവസ്യ പ്രഭവോ മതഃ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തെ മാം ബുധാ ഭാവാ സമന്വിതഃ മच्चित्त मद्गत प्राणा बोधयन्त परस्परं कथयन्तश्च मां नित्यं तुष्यन्ति च रमन्ति च तेषां सततयुक्तानां भजतां प्रीतिपूर्वकं ददामि बुद्धियोगं तं येन मामुपयान्ति ते तेषाम् एवानुकम्पार्थम् अहम् अज्ञानजं तमः नाशयामि आत्मभावस्तु ज्ञानदीपेन भास्वता. ഇന്നത്തെ ശ്ലോകം 9. മच्चित्त मद्गत प्राणा बोधयन्ता परस्परं कथयन्तश्च मां नित्यं तुष्यन्ति च रमन्ति च मच्चित्त मद्गत प्राणा बोधयन्ता परस्परं कथयन्तश्च मां नित्यं तुष्यन्ति च रमन्ति च मच्चित्त मद्गत प्राणा बोधयन्तः परस्परं कथयन्तश्च मां नित्यं तुष्यन्ति च रमन्ति च. हरे कृष्ण. हरे कृष्ण. ओम नमो भगवते वासुदेवाय. मच्चित्ता मद्गत प्राणा बोधयन्ता परस्परं कथयन्तश्च मां नित्यं तुष्यन्ति च रमन्ति च. हरे कृष्ण. हरे कृष्ण. प्रणाम प्रभु. मच्चित्ता मद्गत प्राणा बोधयन्ता परस्परं कथयन्तश्च मां नित्यं तुष्यन्ति च रमन्ति च. हरे कृष्ण. हरे कृष्ण. मच्चिन्त मद्गत प्राणा बोधयन्त परस्परं कथयन्तश्च मां नित्यं तुष्यन्ति च रमन्ति च. हरे कृष्ण. हरे कृष्ण प्रभु. मद्गत प्राणा बोधयन्त परस्परं कथयन्तश्च मां नित्यं तुष्यन्ति च रमन्ति च. हरे कृष्ण प्रभु. मच्चित्ता मद्गत प्राणा बोधयन्त परस्परं कथयन्तश्च मां नित्यं तुष्यन्ति च रमन्ति च. हरे कृष्ण. हरे कृष्ण. कथयन्तश्च मां नित्यं तुष्यन्ति च रमन्ति च. हरे कृष्ण प्रभु.
ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. മച്ചിത്ത മൽഗദ പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം ദുഷ്യന്തി ജ രമന്തി ജ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. മച്ഛിന്ത മൽക്കഥ പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തിച്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വായിച്ചോളൂ വായിച്ചോളൂ എന്നാ ഞാൻ മച്ചിത്ത വിവർത്തനം മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്ത ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം. ഹരേ കൃഷ്ണ. വിവർത്തനം വായിച്ചോട്ടെ. വായിക്കും. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. വിവർത്തനം അൻഭാവാർത്ഥം വൈ ശ്രീല പ്രഭുവാജി. ശ്രീല പ്രഭുവാജി കി ജയ്. വിവർത്തനം. എന്റെ ശുദ്ധ ഭക്തന്മാരുടെ ചിന്ത എന്നിൽ കുടികൊള്ളുന്നു. അവരുടെ ജീവിതം തികച്ചും എന്റെ സേവനത്തിനായി സമർപ്പിതമായിരിക്കുകയും ആയിരിക്കും. എന്നെക്കുറിച്ചുള്ള സംഭാഷണത്തിൽ ഏർപ്പെട്ട് പരസ്പരം ബോധദീപ്തരാവുക വഴി അവർ സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുന്നു. ഭാവാർത്ഥം. ഇവിടെ വിവരിച്ചിട്ടുള്ള സ്വഭാവത്തോടു കൂടിയ ശുദ്ധഭക്തന്മാർ ഇന്ദ്രിയാതീതമായ പ്രേമത്തോടു കൂടിയ ഭഗവത് സേവനത്തിൽ തികച്ചും വ്യാപൃതരായിരിക്കും. അവരുടെ മനസ്സുകളെ കൃഷ്ണന്റെ ചരണകമലങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല. അവരുടെ സംഭാഷണം ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും. ശുദ്ധഭക്തന്മാരുടെ ലക്ഷണങ്ങൾ ഈ ശ്ലോകത്തിൽ പ്രത്യേകിച്ച് വിവരിച്ചിട്ടുണ്ട്. കൃഷ്ണഭക്തന്മാർ ദിവസേന 24 മണിക്കൂറും ഭഗവാന്റെ ഗുണങ്ങളെയും ലീലകളെയും കീർത്തിച്ചു കൊണ്ടിരിക്കും. അവരുടെ ജീവനും മനസ്സും സദാ കൃഷ്ണനിൽ മുഴുകി കിടക്കുകയാണ്. മറ്റു ഭക്തന്മാരുമായി ഭഗവാനെ പറ്റി ചർച്ച ചെയ്യുന്നതിൽ അവർ ആനന്ദം കണ്ടെത്തുന്നു. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും വായിച്ചോട്ടെ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. ഭക്തിയുത സേവനത്തിന്റെ പ്രഥമഘട്ടത്തിൽ അതിൽ നിന്ന് ലഭ്യമായ ദിവ്യമായ ആനന്ദത്തെ അവർ ആസ്വദിക്കുന്നു. പരിപക്വാവസ്ഥയിൽ അവർ ഭഗവത് പ്രേമത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആ അതീന്ദ്രിയാവസ്ഥയിൽ എത്തിയവർക്ക് സ്വധാമസ്ഥനായ ഭഗവാന്റെ നിതാന്ത പൂർണ്ണത അനുഭവവേദ്യമാകും. ആധ്യാത്മിക ഭക്തിയുത സേവനത്തെ ജീവാത്മാവിന്റെ ഹൃദയത്തിൽ ചെയ്യുന്ന ഒരു ഭാവത്തോ ചൈതന്യ മഹാപ്രഭു ഉപമിക്കുന്നത്. ഈ വിശ്വത്തിലെ ഗ്രഹയുധങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവസത്തകൾക്ക് എണ്ണമില്ല. അവരിൽ നന്നേ കുറച്ചു പേർക്ക് ഒരു ശുദ്ധഭക്തനെ കണ്ടുമുട്ടാനും അങ്ങനെ ഭക്തിയുത സേവനത്തെ കുറിച്ചറിയാനും ഭാഗ്യം ഉണ്ടാകാറുള്ളൂ. ഒരു വിത്ത് പോലെയാണ് ഈ ഭക്തിയുത സേവനം. ജീവസത്തയുടെ ഹൃദയത്തിൽ ഈ ബീജം നട്ടു കഴിഞ്ഞ ശേഷം ആ ജീവാത്മാവ് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രോച്ചാരണം ചെയ്തുകൊണ്ടും കേട്ടുകൊണ്ടും ഇരുന്നാൽ ആ വിത്ത് മുളച്ചു വരും. ഒരു വിത്ത് പതിവായി കൊണ്ടിരുന്നാൽ എന്നതുപോലെ ഭക്തിയുത സേവനത്തിന്റെ ആധ്യാത്മികമായ ചെടിയും ക്രമേണ വളർന്ന് ഭൗതിക ലോകത്തിന്റെ തോട് തുളച്ച് പരവ്യോമത്തിലെ ബ്രഹ്മ ജ്യോതിത്തോളം എത്തും. ആ പരവ്യോമത്തിലും അത് വളർന്ന് ഗോലോക വൃന്ദാവനം എന്നു പേരുള്ള കൃഷ്ണന്റെ സർവോത്കൃഷ്ട ലോകത്തോളം ഉയരുന്നു. അവസാനം അത് കൃഷ്ണന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ച് വിശ്രമിക്കുകയും ചെയ്യുന്നു. ഈ വിധത്തിൽ ഒരു വൃക്ഷത്തിന് ക്രമേണ പൂക്കളും കായ്ക്കളും ഉണ്ടാകുന്നതുപോലെ ഭക്തിയുത സേവനമാകുന്ന ലതയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. അപ്പോഴും ശ്രവണ കീർത്തനങ്ങളാലുള്ള ജലസേചനം തുടർന്നു പോരണം. ചൈതന്യ ചരിതാമൃതത്തിൽ ഈ ലതയെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. മധ്യലീല അധ്യായം 19. ഭക്തിയുത സേവനമാകുന്ന ഈ ലത ഭഗവത് ചരണങ്ങളിൽ എത്തിച്ചേരുമ്പോൾ ഭക്തൻ ഭഗവത് പ്രേമത്തിൽ ലയിക്കുമെന്നും പിന്നീട് അയാൾക്ക് മത്സ്യത്തിന് വെള്ളം കൂടാതെ ജീവിക്കാൻ കഴിയാത്തതുപോലെ ഭഗവത് സന്നിധിയിൽ നിന്നകന്ന് ജീവിക്കാനാവില്ലെന്നുമാണ് അതിൽ പറയുന്നത്. ഈ നിലയിൽ ഭക്തന് പരമപ്രഭുവുമായുള്ള സമ്പർക്കത്താൽ ആധ്യാത്മിക ഗുണവിശേഷങ്ങളെല്ലാം കൈവരുന്നു. ഭാഗവതം മുഴുവനും ഭഗവാനും ഭക്തന്മാരും തമ്മിലുള്ള ബന്ധത്തിന്റെ വിവരണങ്ങളാണ്. അതിനാൽ തന്നെ ശ്രീമദ് ഭാഗവതം ഭക്തന്മാർക്ക് എത്രയും പ്രിയങ്കരമാണ്. ഇത് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 12, 13, 18. ശ്രീമദ് ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം. ഭൗതിക കർമ്മങ്ങളെ കുറിച്ചോ സാമ്പത്തികോന്നതിയെ കുറിച്ചോ ഇന്ദ്രിയ സുഖാനുഭോഗങ്ങളെ കുറിച്ചോ മുക്തിയെ പറ്റി തന്നെയോ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം അല്ല ഇതിൽ പ്രതിപാദിക്കുന്നത്. ഭഗവാന്റെയും ഭക്തന്മാരുടെയും ആധ്യാത്മിക സ്വഭാവത്തെ പൂർണ്ണമായി വിശദീകരിക്കുന്നേയുള്ളൂ ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് കൃഷ്ണാവബോധത്താൽ ഭഗവത് സാക്ഷാത്കാരം നേടിയവർ അത്തരം ഉത്കൃഷ്ട ഗ്രന്ഥത്തിന്റെ ശ്രവണത്തിൽ ആനന്ദം കൊള്ളുന്നു.
ഇവ മിഥുനങ്ങൾക്ക് അന്യോന്യ സമ്പർക്കത്തിൽ അനുഭൂതമാകാറുള്ളത് പോലെ ഒരാനന്ദം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മച്ചിത്ത മദ്ഗത പ്രാണ. മച്ചിത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തരെ കുറിച്ചാണ് പറയുന്നത്. മച്ചിത്ത എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ പറയുന്നു, എന്നിൽ എപ്പോഴും, അതായത് ഭക്തരുടെ മനസ്സ് എപ്പോഴും എന്നിലായിരിക്കും, പൂർണ്ണമായിട്ടും സദാസമയവും. മത് ഭഗവാൻ അദ്ദേഹത്തെ കുറിച്ച് പറയാണ്, എന്നിലായിരിക്കും. മാ അല്ലെങ്കിൽ മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ. കൃഷ്ണൻ പറയുവാണല്ലോ, അദ്ദേഹം പറയോ, ഭക്തര് എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സ് എപ്പോഴും എന്നെ ഓർക്കുന്നു, എനിക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്നു, അങ്ങനെ എൻഗേജ് ആയിരിക്കും എന്നാണ് പറയുന്നത്. മത് ഗത പ്രാണ, അവർക്ക് ഞാനല്ലാതെ വേറെ ഒന്നും തന്നെ അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതുണ്ടാവില്ല, ഇത്രയും പ്രധാനപ്പെട്ടത്. മദ്ഗത പ്രാണനായിരിക്കും അവർക്ക്, അങ്ങനെയുള്ള ഭക്തർക്ക്. അപ്പൊ അവരുടെ മനസ്സ് പൂർണ്ണമായിട്ടും എന്നിൽ വ്യാപൃതരാവും. അതേപോലെ തന്നെ എപ്പോഴും സദാസമയം സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ മദ്ഗത പ്രാണ, എന്റെ പ്രാണനായിരിക്കും, പ്രാണനായിരിക്കും അവർക്ക്. അവരുടെ ജീവിതം മുഴുവനും എനിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ബോധയന്ത പരസ്പരം, മൂന്നാമത്തെ കാര്യം. ബോധയന്ത പരസ്പരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൃഷ്ണാവബോധം പറഞ്ഞു കൊടുക്കുന്നു. മറ്റുള്ളവരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൃഷ്ണാവബോധം പറഞ്ഞു കൊടുക്കാൻ അവര് ഒരുപാട് ശ്രമിക്കും, അത് ചെയ്യുവാൻ അവർ ശ്രമിക്കും. കാര്യം അവര് അതിൽ ആനന്ദം കണ്ടെത്തുന്നുണ്ട്. ആ ആനന്ദം മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇത് സാധിക്കുന്നത് ഒരു വ്യക്തിക്ക്, അങ്ങനെ സാധാരണ ഒരു വ്യക്തിക്ക് സാധിക്കുന്നല്ല. കമ്പാഷൻ എന്ന് പറയുന്ന, മറ്റുള്ളവരോട് ഒരു കരുണ തോന്നണം, അപ്പോഴാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ തോന്നുന്നത്, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ സെൽഫിഷ്നെസ് ഉണ്ടെങ്കിൽ, സ്വാർത്ഥതയുണ്ടെങ്കിൽ, നമ്മൾ ആസ്വദിക്കുന്നതും നമ്മൾ ചെയ്യുന്നതും ഒക്കെ നമ്മളിൽ തന്നെ വെക്കാൻ നോക്കുന്നു. പക്ഷേ അത് ഒരു നല്ലൊരു പ്രവണതയല്ല. ഭഗവാൻ അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. കാര്യം ഭഗവാൻ ഇഷ്ടപ്പെടുന്നത് എന്താണ്? മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, മറ്റുള്ളവരെ കൂടെ ഈ ഒരു പാതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് സന്തോഷം കൊടുക്കുന്നു. അതാണ് കേട്ടിട്ടുണ്ടാവും, ഭജനാനന്ദിയും ഗോഷ്ഠിയാനന്ദി എന്ന് പറയുന്ന രണ്ട് ടെർമിനോളജീസ് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ഭജനാനന്ദി എന്ന് പറഞ്ഞാൽ അതിനും ഒരുപാട് ലെവലുകളുണ്ട്. പക്ഷെ ജനറൽ ആയിട്ടുള്ളൊരു എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭജനാനന്ദി എന്ന് പറയുന്ന വ്യക്തി, ഭക്തൻ, ഒരു ശുദ്ധഭക്തരായിരിക്കും. അവര് പൂർണ്ണമായിട്ടും അവരുടെ ഭജനിൽ, അവരുടെ ജപത്തിലും അവരുടെ ഭജനിലും അവർ ആനന്ദം കണ്ടെത്തുന്നു. അവരങ്ങനെ പുറത്തു പോയിട്ട് ഈ ബോധയന്ത പരസ്പരമില്ല അവർക്ക്. അതായത് പ്രീച്ചിങ് അല്ലെങ്കിൽ കൃഷ്ണാബോധം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പ്രചരണം ഒന്നും ചെയ്യുന്നില്ല. അവര് സ്വന്തമായിട്ട് അവര് വളരെ സിൻസിയർ ആയിരിക്കും, ശുദ്ധഭക്തരായിരിക്കും, പൂർണ്ണമായിട്ടും ഭഗവാന്റെ അനുഗ്രഹമുള്ളവരും ഭഗവാനെ നേരിട്ട് കാണുന്നവരും സംസാരിക്കുന്നവരും, അല്ലെങ്കിൽ അവര് അങ്ങനെയുള്ള ഭജൻ ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ അവര് പുറത്തു പോയി പ്രചരണം ചെയ്യുന്നില്ല. എന്നാൽ ഗോഷ്ഠിയാനന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടുതൽ ഫോക്കസ് എന്താണ്? മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളത്, പ്രചരണം. അതാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ ഇഷ്ടപ്പെടുന്നത് എന്താണ്? കൂടുതൽ അവര് സ്വയം പ്രാക്ടീസ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൊടുക്കുക. അതാണ് ഏറ്റവും കൂടുതൽ ഭഗവാൻ ഇഷ്ടപ്പെടുന്നത്. ഇവിടെയും പറയുന്നത് തന്നെയാണ്. ബോധയന്ത പരസ്പരം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, മറ്റുള്ളവരെ പ്രചോദനം കൊടുക്കുന്നു. പിന്നെന്താണ്? കഥയന്തശ്ച മാം നിത്യം. കഥ അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് മറ്റുള്ളവരോട് അല്ലെങ്കിൽ കൂട്ടത്തിൽ ഭക്തരിടയിൽ തന്നെ ചർച്ച ചെയ്യുന്നു. അതേപോലെ മറ്റുള്ളവർക്ക്, പുതിയ ആളുകൾക്കും പറഞ്ഞു കൊടുക്കുന്നു ഭഗവാനെ കുറിച്ചുള്ള ലീലകളും ഭഗവാന്റെ കഥകളും ഒക്കെ. എന്നിട്ട് തുഷ്യന്തിച്ച രമന്തിച്ച, അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ഹൃദയത്തിൽ എപ്പോഴും പരമാനന്ദം ഉണ്ടാവുന്നു, അല്ലെ? അപ്പൊ ഇത് ഒരു ശുദ്ധ ഭക്തരെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് ശുദ്ധ ഭക്തരുടെ ക്വാളിറ്റീസ്, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും സ്വയം ഒരു അനാലിസിസ് നടത്താം, എവിടെ വരെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത്, അല്ലെ? ഇവിടെ പറയുന്ന 4 കാര്യങ്ങളാണ്. ഒന്ന്, ചിത്ത്, എപ്പോഴും സദാസമയം മനസ്സും ഹൃദയവും
എപ്പോഴും ഭഗവാന്റെ പാദങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ സദാസമയം ഭഗവാനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്നു. എങ്ങനെയെങ്കിലും നാമജപമായിരിക്കാം, മറ്റുള്ള സേവനങ്ങളായിരിക്കാം, എങ്ങനെയെങ്കിലും ഭഗവാനെ ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മച്ചിത്ത മദ്ഗത പ്രാണ, അങ്ങനെയുള്ളവരുടെ ജീവിതം, അവർക്ക് ജീവിതത്തിൽ വേറെ ആരുമില്ല. പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിച്ചവര്, ഭഗവാൻ അല്ലാതെ വേറെ ആരുമില്ല അവർക്ക്. അത്രയും പ്രധാനപ്പെട്ടത്. പൂർണ്ണമായിട്ടും അവരുടെ ജീവിതം ഭഗവാന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. ബോധയന്ത പരസ്പരം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു ഭഗവാനെ കുറിച്ച്. പിന്നെ ആ കൂട്ടത്തിൽ പറയുന്നു എന്തൊക്കെയാണ് ഭഗവാന്റെ ക്വാളിറ്റീസ്, ഭഗവാന്റെ കഥകൾ, ഭക്തിയുത സേവനങ്ങളുടെ പ്രാധാന്യം, ഭക്തി, നമ്മുടെ എല്ലാം കൃഷ്ണാവബോധത്തെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ സംസാരിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഷെയർ ചെയ്യുമ്പോൾ, ഷെയറിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഷെയർ ചെയ്യുമ്പോൾ തുഷ്യന്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് മനസ്സിൽ, തുഷ്യന്തിച്ച രമന്തിച്ച, പരമാനന്ദമാണ് കിട്ടുന്നത്. ഭൗതിക ജഡാനന്ദമല്ല ഉദ്ദേശിക്കുന്നത്, ഇന്ദ്രിയ സുഖഭോഗമല്ല ഇവിടെ ആത്മാവിന് കിട്ടുന്ന ആനന്ദം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. തുഷ്യന്തിച്ച രമന്തിച്ച. ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ എത്ര സന്തോഷമാണ് അല്ലെ? നിങ്ങൾക്ക് പലവർക്കും തോന്നിയിട്ടുണ്ടാവും. ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ, ഭക്തിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ ഒരുപാട് ആനന്ദം കിട്ടും. അതുകൊണ്ട് ഈ പ്രചരണം എന്ന് പറയുന്നത് ഒരു, ശരിക്കും പറയുകയാണെങ്കിൽ ആനന്ദം തന്നെയാണ്. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമ്പോൾ, ഇനി മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ആനന്ദം ഉണ്ടാവും. മറ്റുള്ളവരെ റിജക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ മെച്യൂർ അല്ലെങ്കിൽ നമുക്ക് വിഷമമാവും. അപ്പോൾ നമ്മൾ എല്ലാം പ്രതീക്ഷിക്കണം. ഈ ലോകം മുഴുവനും നമുക്കറിയാം, കലിയുഗത്തിലെ എല്ലാവരും സത്വഗുണത്തിലുള്ളവരല്ല. സത്വഗുണത്തിലുള്ളവർക്ക് ഇതെല്ലാം പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. തമോ ഗുണവും രജോ ഗുണത്തിന്റെയും ഇടയിൽ കൂടുതലുള്ളവർക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ പലപ്പോഴും ഒബ്ജക്ഷൻ ഉണ്ടാവും, റിജക്ഷൻ ഉണ്ടാവും. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. എങ്ങനെയാണോ ശീല പ്രഭുപാദ് ചെയ്തത്, നമ്മുടെ ഗുരുജനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട്, ഇത്രയൊക്കെ റിസ്ക് എടുക്കാൻ തയ്യാറാണ് അവര്. എന്നാലും ശീല പ്രഭുപാദ് എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് രക്തം കൊടുക്കേണ്ടി വരുന്നു, നമുക്ക് നഷ്ടമാവുന്നു. അതിൽ ഒരാളായിരിക്കും, ആയിരക്കണക്കിന് ലിറ്റർ രക്തമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് എന്നിട്ട് ഒരാളായിരിക്കും അതിൽ നിന്ന് ഭക്തനാവുന്നത്. പക്ഷെ അത് അങ്ങനെ ആയാൽ പോലും അത് വലിയൊരു സക്സസ് ആണെന്ന് അദ്ദേഹം പറയുമ്പോൾ ശരിയാണ്, വളരെയധികം ശരിയാണ്. കാര്യം ലോകം അങ്ങനെയാണ്, ഇത്രയും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെ? അതിൽ നിന്ന് ഒരു വ്യക്തി ഭക്തിയിൽ താല്പര്യം കാണിക്കുന്നു, പിന്നെ അത് പ്രാക്ടീസ് ചെയ്യുന്നു, സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ 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 ചുരുക്കമാണ്. പക്ഷെ അങ്ങനെ സാധിക്കുവാണെങ്കിൽ ഒരുപാട് വലിയ കാര്യമാണ്. ഭഗവാന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു വലിയൊരു സർവീസാണ്. അപ്പോൾ ശീല പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു, ശുദ്ധഭക്തരുടെ മനസ്സ് എപ്പോഴും സദാസമയം ഭഗവാനിലായിരിക്കും. ഭഗവാന് വേണ്ടി സേവനങ്ങൾ, പലതരത്തിലുള്ള സേവനങ്ങൾ, അതിൽ ഈ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇതെല്ലാം ഭക്തിയുത സേവനങ്ങൾ. ഇതിലേതെങ്കിലും പ്രോസസ്സിലൂടെ നമ്മൾ എപ്പോഴും, അല്ലെങ്കിൽ ശുദ്ധഭക്തർ എപ്പോഴും ഭഗവാനെ ഓർക്കുന്നു. അതാണ് പറയുന്നത്, എൻഗേജ് ആയിരിക്കുന്നവര് ഭഗവാന്റെ സർവീസിൽ. അവർക്ക് വേറെ ഒന്നും താല്പര്യമില്ല. മറ്റുള്ള സബ്ജക്റ്റുകളൊക്കെ, ലോകത്തിലെ പല പല വിഷയങ്ങളുണ്ടാവും, അതിലൊന്നും അവർക്ക് താല്പര്യമില്ല. അതേപോലെ പ്രജൽപ്പം ചെയ്യുന്നില്ല, സദാസമയം ഭഗവത് സേവനങ്ങൾ മാത്രം ചെയ്യുന്നവര്. ശീല പ്രഭുപാദ് എടുത്തു പറയുന്നു, അങ്ങനെയുള്ളവര് 24 മണിക്കൂറും ഭഗവത് സേവനങ്ങളിൽ വ്യാപൃതരായിരിക്കും എന്നുള്ളത്. ഭഗവാന്റെ സ്തുതികൾ, ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ ക്വാളിറ്റീസ് ഇതെല്ലാം പറഞ്ഞ് അവര് എങ്ങനെയെങ്കിലും എൻഗേജ് ആയിരിക്കും. പൂർണ്ണമായിട്ടും ശീല പ്രഭുപാദ് പറയുന്നത് അവരുടെ ഹൃദയവും ആത്മാവും, അതായത് പൂർണ്ണമായിട്ടും അതിൽ കൃഷ്ണാവബോധത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുമായിരിക്കും പറയുന്നത്. മുങ്ങിക്കിടക്കുന്നു. സത്യമാണ് അല്ലെ? അങ്ങനെ ആയിരിക്കും. നമ്മളൊരു പക്ഷെ അങ്ങനെ ആയിരിക്കില്ല, പക്ഷെ ശുദ്ധഭക്തരുടെ അവസ്ഥ അതാണ്. എന്നിട്ട് ഓരോ നിമിഷത്തിലും അവർക്ക് സന്തോഷമാണ്. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അതിൽ ഒരുപാട് സന്തോഷം അവർക്ക് ലഭിക്കുന്നു. കാര്യം എന്താണ്? ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, സ്വയം ആ ഒരു ആനന്ദമുണ്ട്. അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദവും
അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ശിവപ്രഭാജി പറയുന്നു, തുടക്കത്തിൽ ഇതിന്റെ തുടക്കം, ഭക്തി സേവനങ്ങളിലെ തുടക്കം എന്ന് പറഞ്ഞാൽ ആദ്യം സ്വയം അനുഭവിക്കുന്നു. സ്വയം കുറച്ചായിട്ട് അനുഭവിച്ച് തുടങ്ങുന്നു. എങ്ങനെ? നമ്മുടെ സേവനങ്ങളിലൂടെ. സേവനങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ആരെങ്കിലും പുസ്തകം വിതരണം ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, അല്ല അങ്ങനെ ചെയ്യുന്നവര് പുസ്തകം വിതരണം ചെയ്യുമ്പോൾ അവർക്കൊരു ആനന്ദം, ആ സർവീസിലൂടെ അവർക്കൊരു ആനന്ദം കിട്ടും, അല്ലെ? പിന്നെ ഭഗവാന് വേണ്ടി പൂജകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സർവീസ് ചെയ്യുമ്പോൾ ഒരു ആനന്ദം നമുക്ക് കിട്ടുന്നു, അല്ലെ? അങ്ങനെ അതാണ് തുടക്കം. അത് മെച്ചുവറായിട്ട് എന്ത് സംഭവിക്കുന്നു? രാഗഭക്തിയിലേക്ക് കിടക്കും, അല്ലെങ്കിൽ ആ കൃഷ്ണപ്രേമം ശരിക്കും നമുക്ക് ഫീൽ ചെയ്തു തുടങ്ങും. ഇതാണ് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് അത് കൂടുതൽ അറിയാൻ സാധിക്കും. കൃഷ്ണപ്രേമം നമുക്ക് ഓരോ നിമിഷവും ആ ഒരു പ്രേമം, ആ സ്നേഹവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ആ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് എങ്ങനെയാണ് സാധിക്കുന്നത്? വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രം. അല്ലാതെ അത് എളുപ്പമല്ല. വിചാരിക്കുന്ന പോലെ അങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്നതല്ല ഒന്നും, അല്ലെ? നമുക്കറിയാം, എന്തെങ്കിലും വിലപിടിപ്പുള്ളത് ലഭിക്കണമെങ്കിൽ ഈ ലോകത്തിന്റെ തന്നെ ഇവിടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ എടുത്താൽ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ളതോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതോ ഉന്നതമായിട്ടുള്ള എന്തെങ്കിലും നേടണമെങ്കിൽ അതിന്റെ പുറകിൽ ഒരുപാട് എഫേർട്ടുകൾ വേണം, അല്ലെ? ഒരുപാട് പ്രയത്നം വേണം. അത് അത്യാവശ്യമാണ്. ഉത്സാഹ, നിശ്ചയ, ധൈര്യ. ചില രൂപഗോസ്വാമി പറഞ്ഞിട്ടുണ്ട്, ഉത്സാഹത്തോടുകൂടി, വളരെ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട്, ക്ഷമയോട് കൂടിയിട്ടായിരിക്കണം ചെയ്യേണ്ടത് ഭക്തി സേവനങ്ങൾ. റിസൾട്ട് കിട്ടും, സമയമെടുക്കുമായിരിക്കാം ഒരുപക്ഷെ. നമ്മുടെ ഇന്റൻസിറ്റി പോലെ ഇരിക്കും, നമ്മുടെ ആത്മാർത്ഥത പോലെ ഇരിക്കും കാര്യങ്ങൾ. ശ്രീ ചൈതന്യ മഹാപ്രഭു ഇവിടെ ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്, ശില രൂപഗോസ്വാമിയായിട്ടുള്ള ചർച്ചയിൽ പറയുന്നു. എന്താണ് പറയുന്നത്? ഭക്തിയുത സേവനങ്ങളെ കുറിച്ച്. ഭക്തിയുത സേവനങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മഹാപ്രഭു നമുക്ക് അതിന്റെ ഒരു വിത്ത് പാകിയിട്ടുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ. ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം, അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്നു മഹാപ്രഭുവിന്റെ കാരുണ്യം അപാരമാണ് എന്ന്, അല്ലെ? കാര്യം എന്താണ്? ഒരു യോഗ്യതയുമില്ലാത്ത അതീതരായിട്ടുള്ള നമ്മളെ പോലുള്ളവർക്ക് കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യാനുള്ള എന്ത് ക്വാളിഫിക്കേഷൻ ആണുള്ളത്? ഒന്നുമില്ല. പക്ഷേ വിത്ത് പാകി തന്നു. ആ വിത്തിനെ വെള്ളമൊഴിക്കുന്നു ആര്? നമ്മുടെ മറ്റുള്ള അദ്ദേഹത്തിന്റെ പാർഷദര്, അദ്ദേഹത്തിന്റെ കൂടെ വന്നിട്ടുള്ള നമ്മുടെ എല്ലാവരും ഗുരുജനങ്ങൾ, ആചാര്യന്മാര്. ശിലപ്രഭുപാജി അതിൽ വളരെ പ്രധാനപ്പെട്ട റോളാണ് അദ്ദേഹത്തിനുണ്ട്, അല്ലെ? വെള്ളമൊഴിച്ച് നമുക്ക് ഇങ്ങനെയാക്കി തന്നിട്ടുണ്ട്. അപ്പൊ മഹാപ്രഭുവിന്റെ ഈ ഒരു വിത്ത് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇപ്പോൾ വന്ന സമയത്ത് നമുക്കും പാകി തന്നിരിക്കുന്നു മഹാപ്രഭുവിന്റെ പാർഷദരായിട്ടുള്ള ശിലപ്രഭുപാജിയും മറ്റുള്ള ഗുരുജനങ്ങളും. ഇതാണ് ബ്രഹ്മാണ്ഡ ബ്രഹ്മത്തെ കോന ഭാഗ്യവാൻ ജീവ് ഗുരു കൃഷ്ണ പ്രസാദേ പായേ ഭക്തി ലതാബേജ്. ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു, ബ്രഹ്മാണ്ഡ ബ്രഹ്മത്തെ കോൻ ഭാഗ്യവാൻ ജീവ്. ഈ ബ്രഹ്മാണ്ഡത്തില് ജന്മജന്മാന്തരങ്ങളായിട്ട് ഇങ്ങനെ കറങ്ങി ഒരു ബ്രഹ്മാണ്ഡത്തിൽ നിന്ന് അടുത്ത ബ്രഹ്മാണ്ഡം, അടുത്ത ബ്രഹ്മാണ്ഡത്തിൽ നിന്ന് അടുത്ത ബ്രഹ്മാണ്ഡം. എത്ര ബ്രഹ്മാണ്ഡമുണ്ട്? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഇല്ല. മഹാവിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്നത് അനേക കോടി ബ്രഹ്മാണ്ഡങ്ങളെ, എണ്ണം പോലും സാധിക്കില്ല പറയാൻ. നമ്മൾക്ക് സംഭവിക്കുന്നത് എന്താണ്? സംഭവിച്ചിട്ടുള്ളത് എന്താണ്? ഈ ബ്രഹ്മാണ്ഡത്തിലെ ഇപ്പോൾ ഇരിക്കുന്നു. ഈ ബ്രഹ്മാണ്ഡത്തിൽ തന്നെ നമുക്കറിയില്ല എത്ര വർഷങ്ങളല്ല, കോടിക്കണക്കിന് വർഷങ്ങൾ പോലും പറയാൻ സാധിക്കില്ല. കാരണം ബ്രഹ്മാവിന്, ഇപ്പോഴത്തെ നമ്മളിരിക്കുന്ന ബ്രഹ്മാണ്ഡത്തിലെ ബ്രഹ്മാവിന് ഏകദേശം 50 വയസ്സായിട്ടുണ്ട്. ഇനി 50 വയസ്സും കൂടെ ഉണ്ട് അദ്ദേഹത്തിന്. നമുക്കറിയാം അദ്ദേഹത്തിന് 100 വർഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രില്യൻസ് അല്ലെങ്കിൽ ബില്യൺസും ട്രില്യൻസും ഒക്കെ വർഷങ്ങളാണ്, അല്ലെ? 311 ട്രില്യൺ 40 ബില്യൺ വർഷങ്ങൾ. അതെങ്ങനെ എത്ര പൂജ്യം ഇടണമെന്ന് പോലും നമുക്കറിയാത്ത അവസ്ഥ. അപ്പോൾ അതിന്റെ പകുതി ആയിട്ടുള്ളൂ, ഇനിയും ബാക്കി കിടക്കുന്നു. അപ്പോൾ ഈ ബ്രഹ്മാണ്ഡത്തിൽ നമ്മൾ ഏകദേശം അത്ര കാലമായിട്ടുണ്ട് വന്നിട്ട്. ഈ ബ്രഹ്മാണ്ഡത്തിന്റെ കഥ മാത്രമല്ല നമ്മൾ പറയുന്നത്, ഇതേപോലെ ബ്രഹ്മിത കോനഭായി, പല ബ്രഹ്മാണ്ഡങ്ങളും താണ്ടിയിട്ട് പോയിട്ടുണ്ട്. അതായത് ഈ ഭൗതിക ലോകത്തിലെ ഒരുപാട് ബ്രഹ്മാണ്ഡങ്ങൾ, അനേക കോടി ബ്രഹ്മാണ്ഡങ്ങൾ, അവിടെയൊക്കെ നമ്മൾ കറങ്ങിയിട്ട് ആണ് നടക്കുന്നത്. ഇപ്പോൾ കോൻ ഭാഗ്യവാൻ ജീവ്, അങ്ങനെ ഭാഗ്യമുള്ള ഭഗവാന്റെയും ഗുരുജനങ്ങളുടെയൊക്കെ കാരുണ്യം ലഭിച്ചിട്ടുള്ള, വൈഷ്ണവരുടെ കാരുണ്യം ലഭിച്ചിട്ടുള്ള ഭാഗ്യവാൻ ജീവ്
അവർക്ക് എന്താണ് കിട്ടുന്നത്? ഗുരുവിനെ കിട്ടുന്നു. കൃഷ്ണൻ ഗുരുവിനെ തരുന്നു. എന്നിട്ട് ഗുരു എന്ത് ചെയ്യുന്നു? ഭക്തിലതാ ബീജ് നമുക്ക് ആ ഭക്തിലതയുടെ ബീജം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുന്നു. എന്നിട്ട് പിന്നീട് അദ്ദേഹം പറഞ്ഞു തരും എങ്ങനെയാണ് ഇത് വെള്ളം ഒഴിക്കേണ്ടത്. ഈ വിത്തിനെ പാകിക്കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മൾ അതിനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളത് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നു. ഗുരു പറയുന്നതനുസരിച്ച് അതിൽ വെള്ളം ഒഴിക്കുന്നു, വളമിടുന്നു. അങ്ങനെ നമ്മൾ വെള്ളമൊഴിച്ച് എന്ത് സംഭവിക്കുന്നു? ഇവിടെ പറയുന്നു, ശിലപ്രഭാജി പറയുന്നു ഭാവാർത്ഥത്തിൽ, അങ്ങനെ ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുള്ളവർക്ക് അങ്ങനെ ഒരു ശുദ്ധ ഭക്തനെ കിട്ടുന്നത് ജീവിതത്തിൽ ഗുരുസ്ഥാനത്ത്. ദീക്ഷാഗുരു, ശിക്ഷാഗുരു ആരാണെങ്കിലും ശ്രീ ഗുരുവിന്റെ മഹാകാരുണ്യം കൊണ്ട് പിന്നെ ഭക്തി എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് അവര് പറഞ്ഞു തരുന്നു. അതനുസരിച്ച് ചെയ്യുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയുന്നു. ഈ വെള്ളമൊഴിക്കുന്നതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വെള്ളമൊഴിക്കലാണ് എന്ത്? ശ്രവണവും കീർത്തനവും. ശ്രവണം, കീർത്തനം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഭഗവാനെ കുറിച്ച് കേൾക്കുന്നു, ഭഗവത്ഗീത ഭാഗവതം പഠിക്കുന്നു, കൂട്ടത്തിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നു. കേൾക്കുന്നു, ജപിക്കുന്നു. കേൾക്കുന്നു, വായിക്കുന്നു, ജപിക്കുന്നു. വായനയും കേൾവിയും നമുക്ക് ഒരുമിച്ച് എടുത്താൽ കൂട്ടത്തിൽ നാമജപം. ഇത് രണ്ടും കൂടെ വരുമ്പോൾ, ശ്രവണവും കീർത്തനവും ഇങ്ങനെ വരുമ്പോൾ ഈ ഭക്തിലത, ഈ ബീജം വളരുന്നു. അങ്ങനെ ഈ ഒരു ചെടി വളർന്ന് വരുന്നു. ഇനി ആ ചെടി എന്താണ് സംഭവിക്കുന്നത്? ആ ചെടിക്ക് വളർന്ന് ഇവിടുന്ന് വളർന്ന് നമ്മളിരിക്കുന്ന ബ്രഹ്മാണ്ടത്തിലെ നമുക്കറിയാം, ബ്രഹ്മാണ്ടത്തിന് ചുറ്റും ഏറ്റവും അവസാനം എല്ലാ പഞ്ചഭൂതങ്ങളുടെയും, അതേപോലെ മനസ്സ്, മിഥ്യാഹങ്കാരം, ബുദ്ധി, ഇങ്ങനെ 8 മെറ്റീരിയൽ എലമെന്റ്സ് നമുക്കറിയാം അല്ലെ. ഇതിന്റെ എല്ലാത്തിന്റെയും കവറിങ് ഉണ്ട്. ആ കവറിങ് അവസാനമാണ് ഈ ബ്രഹ്മാണ്ടത്തിന്റെ. ആ കവറിങ്ങിലൂടെ അതിൽ പറയുന്നു, പിന്നെയും പറയുന്നു ശാസ്ത്രങ്ങളിൽ, ഓരോ കവറിങ് തമ്മിലുള്ള അതിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മടങ്ങ് കൂടുതലാണ്. ഭൂമി, അപ്പോ, അനലോ, വായുർ, ഖം, മനോ, ബുദ്ധി, അങ്ങനെ അഹങ്കാരം, അങ്ങനെയാണ് അതിന്റെ ഹൈറാർക്കി വരുമ്പോൾ ഓരോന്നിന്റെയും സൈസ് കൂടുതലാണ്. ഇതൊക്കെ താണ്ടി പോണം. അങ്ങനെ എളുപ്പമല്ല അല്ലെ. ഇത് ഈ ബ്രഹ്മാണ്ടത്തിലെ കഥയാണ് പറയുന്നത്. അങ്ങനെ ഈ ബ്രഹ്മാണ്ടത്തിലെ ഇതെല്ലാം ഈ കവറിങ്ങിലൂടെയൊക്കെ നമ്മള് ഈ ചെടി വളർന്ന് തുളച്ചു കയറും അതിനകത്തൂടെ. അങ്ങനെ അവസാനം ഈ ബ്രഹ്മാണ്ടത്തിൽ നിന്ന് നമ്മൾ വേറെ ബ്രഹ്മാണ്ടത്തിലേക്ക് പോവില്ല. കാര്യം എന്താണ്? ഹരേകൃഷ്ണ മഹാമന്ത്രം കൊണ്ട് നമ്മുടെ കൂടെ ശ്രവണം, കീർത്തനം, സ്മരണം, നമ്മൾ മെച്ചുവറായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ആ ചെടി വളർന്ന് പിന്നെ നേരെ വേറെ ബ്രഹ്മാണ്ടത്തിലേക്കല്ല പോകുന്നത്. ഇതെല്ലാം തുളച്ച് പുറത്തേക്ക് വന്ന് നേരെ പോകുന്നത് എവിടേക്കാണ്? ബ്രഹ്മജ്യോതിയിലേക്ക്. ബ്രഹ്മജ്യോതിയിലേക്ക് എത്തുന്നു. അവിടെ നിന്നും നമ്മുടെ പ്രാക്ടീസ് ഭംഗിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രഹ്മജ്യോതിയിൽ നിൽക്കില്ല, പിന്നെയും അത് വളരുന്നു. പിന്നെയും വളർന്ന് വൈകുണ്ഠം താണ്ടി, നമ്മൾ ഗൗഡീയ വൈഷ്ണവരുടെ സ്ഥലം വൈകുണ്ഠമല്ല അല്ലെ. വൈകുണ്ഠവും താണ്ടി മധുരയും അയോധ്യയും എല്ലാം താണ്ടി അവസാനം നമ്മൾ ഗോലോക വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ ഭക്തിലത ബീജ് അങ്ങോട്ടേക്ക് എത്തുന്നു. എന്നിട്ട് ഭക്തിലത ബീജ് എന്താണ് ചെയ്യുന്നത്? ഭഗവാന്റെ പാദങ്ങളിൽ ശരണം പ്രാപിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രോസസ്. അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നു. അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ചെയ്യുന്നത് അവിടെയും ചെയ്യാൻ പോകുന്നു. അവിടെയും ഭഗവാനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു, ചർച്ച ചെയ്യുന്നു. പക്ഷെ രീതി വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെ ആയിരിക്കില്ല. ഒരു പക്ഷെ നമ്മൾ ഇതുപോലെ ഭഗവത്ഗീതയും ഭാഗവതവും കാലത്തിരുന്ന് പുസ്തകം വായിക്കുന്നുണ്ടാവില്ല. ഇതെല്ലാം എല്ലാവർക്കും അറിയാം. അവിടെ തുഷ്യന്തിച്ച രമന്തിച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തന്നെ പറയാനുണ്ടാവുള്ളൂ നമുക്ക്. ഇന്നെന്ത് കൃഷ്ണൻ എന്ത് ചെയ്തു എന്നറിയോ? ഇന്ന് കൃഷ്ണന്റെ കൂടെ നമ്മൾ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. ആണെങ്കിൽ വൃന്ദദേവി ആണെങ്കിൽ അവിടെ പൗർണമാസി ദേവി, വൃന്ദദേവിയും എല്ലാ ലീലകളും അവിടെ സെറ്റ് ചെയ്യും. അവരാണ് ഡയറക്ടേഴ്സ്. അവര് പറയുന്ന പോലെ വൃന്ദദേവി എന്താണ് ചെയ്യുന്നത്? വൃന്ദദേവിക്കൊരു തത്തയുണ്ട്. വൃന്ദദേവിയുടെ തത്ത ദക്ഷ എന്നാണ് പേര്. ദക്ഷ പ്രജാപതിയല്ല, തത്തയുടെ പേര് ദക്ഷ. ദക്ഷ ആണ് വൃന്ദദേവിയുടെ തത്ത. ദക്ഷയ ലീഡറാണ് ആക്ച്വലി. ഗുരുവിന്റെ സ്ഥാനമാണ് തത്തകളിൽ. ദക്ഷയ്ക്ക് അടിയില് ഒരുപാട് വേറെ തത്തകളുണ്ട്.
അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരെ എന്ത് ചെയ്യുന്നു, വൃന്ദാദേവി തീരുമാനിക്കുന്നു ഇന്ന് ലീലകൾ എവിടെയാണ് ചെയ്യേണ്ടത്, ഇന്ന് എന്ത് ലീലയാണ്, ഫുൾ കാര്യങ്ങൾ ഡീറ്റെയിൽ പ്ലാൻ ചെയ്യും. സാധാരണ പ്ലാനിങ് അല്ല, ഓരോ ദിവസവും വെറൈറ്റീസ് ആണ്. അതായത് ഒരു പ്രാവശ്യം ഒരു ദിവസം നടന്ന അടുത്ത ദിവസം ഇല്ല, എല്ലാ ദിവസവും പുതിയത്. അങ്ങനെ എത്രയോ അതിന് അനന്തമാണ്. അതുകൊണ്ട് ഗോലക വൃന്ദാവനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വൃന്ദാദേവി തീരുമാനിക്കും, ദക്ഷയോട് പറയും. എന്താണ് പറയുന്നത്? അതായത് ഇന്ന് ഇന്ന സ്ഥലത്ത് ആയിരിക്കും നികുഞ്ചം, ഈ നികുഞ്ചത്തിലാണ് ലീലകൾ നടക്കുന്നത്, അതുകൊണ്ട് ഇതാണ് സ്ഥലം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ അറേഞ്ച്മെന്റ്സ് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ദക്ഷയ്ക്ക് ഫുൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്തായിരിക്കണം ഇന്നത്തെ കളർ കോമ്പിനേഷൻ, അതായത് ഈ അലങ്കാരത്തിന്റെ കോമ്പിനേഷൻ, കളർ കോമ്പിനേഷൻ എങ്ങനെയായിരിക്കണം, ഗോപികമാരുടെ ഡ്രസ്സിന്റെ കളർ പോലും പറഞ്ഞു കൊടുക്കും ദക്ഷയ്ക്ക്. അപ്പോൾ ഈ ഒരു നമ്മൾ പറയില്ലേ, ചിലപ്പോഴൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് കണ്ടിട്ടില്ലേ, നമ്മൾ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ഒരേപോലത്തെ സാരി, ഒരേപോലത്തെ ജുബ്ബ ഒക്കെ ഇടുന്നത്. ഈ ട്രെൻഡൊക്കെ ഇതൊക്കെ എവിടെ നിന്ന് വന്നു എന്നാ വിചാരിക്കുന്നത്? എല്ലാം വരുന്നത് ഗോലോക വൃന്ദാവനത്തിൽ നിന്നാണ്. അല്ലാതെ ഇവിടെ ആരും കണ്ടുപിടിച്ച പരിപാടിയല്ല, അവിടെ സ്ഥിരം നടക്കുന്നതാണ്. വൃന്ദാദേവി എന്നും ഇതേപോലെ പറയും. അവിടെ ഒരു ദിവസം ആ ഒരു കോമ്പിനേഷനിലായിരിക്കും എല്ലാവരുടെ വസ്ത്രങ്ങളും, അതിമനോഹരമായിരിക്കും ആ ഒരു സീൻ അല്ലെ, ചിന്തിച്ചു നോക്കും. ഇതൊക്കെ ശാസ്ത്രങ്ങൾ പറയുന്നതാണ്. അപ്പൊ ഗോലോക വൃന്ദാവനത്തിൽ ചെയ്യുന്നതിന്റെ തലതിരിഞ്ഞ പ്രതിബിംബമാണ് ഇവിടെ നമ്മളെപ്പോഴും പറയുന്നതിന്. എന്ത് ഉദാഹരണം എടുത്തോളൂ, എല്ലാം നമുക്ക് അവിടെ കാണാം അതിന്റെ ശരിയായിട്ടുള്ള അവസ്ഥയിൽ. ഇവിടെ തലതിരിഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഇവരെല്ലാവരും ദക്ഷയോട് പറയും. ദക്ഷ എന്ത് ചെയ്യും? മറ്റുള്ള തത്തകളോട് പറയും. ദക്ഷയുടെ അടിയിലുള്ള തത്തകളോട് പറയും. അവര് അടുത്ത ഗ്രൂപ്പിനോട് പറയും. അങ്ങനെ ഇവര് ദക്ഷ എന്ത് ചെയ്യും വെച്ചാൽ പറഞ്ഞു വയ്ക്കും. പിന്നെ ഫുൾ കാര്യങ്ങൾ ഇങ്ങനെ ഒരു 1000-10,000 തത്തകളെ ഒരു ദിശയിലേക്ക് പറഞ്ഞയക്കും. അങ്ങനെ പല പല ദിശകളിലേക്കും പറഞ്ഞയക്കും. ഒരു കൃഷ്ണൻ എവിടെയാണ്, രാധാറാണി എവിടെയാണ്, ഗോപികമാർ എവിടെയാണെന്നുള്ള വിവരങ്ങളൊക്കെ പറയുന്നു. ഒരു സെറ്റ് ഓഫ് തത്തകളെ വിടും, അതായത് 1000-10,000 തത്തകളെ ഒരു ഭാഗത്തേക്ക് വിടും. അതിന് പുറകില് കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും അതേ ദിശയിലേക്ക് വീണ്ടും തത്തകളെ വിടും. കോടിക്കണക്കിനാണ് തത്തകൾ ഉള്ളത്, മെസ്സഞ്ചേഴ്സ് ഉള്ളത്. അങ്ങനെ ഓരോ ദിശയിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ഭാഗത്തായിരിക്കും കൃഷ്ണനും രാധയും ഈ ലീലകൾ അല്ലെങ്കിൽ അവര് ഉള്ളതൊക്കെ. അപ്പോൾ അവര് കൃഷ്ണൻ കാലത്ത് എഴുന്നേൽക്കുന്നു, യശോദ എഴുന്നേൽപ്പിക്കുന്നു, കുളിക്കാൻ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഫുൾ റിയൽ ടൈം റിപ്പോർട്ട് കിട്ടും. കാര്യം എന്താണ്? ഒരു ദിശയിലേക്ക് തന്നെ 10,000-കണക്കിന് തത്തകളാണ് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ടി പോയി അവിടുത്തെ കാര്യങ്ങൾ അടുത്ത ആൾക്ക് പാസ് ചെയ്യും, അടുത്ത ആൾക്ക് പാസ് ചെയ്യും. അത് കഴിഞ്ഞ് അപ്പോഴേക്കും അടുത്ത ആൾക്കാർ വന്നു, അടുത്ത സെറ്റ് ഓഫ് തത്തകൾ വന്നു. അപ്പോൾ അവർക്ക് കറക്റ്റ് ആയിട്ട്, അപ്പോൾ കൃഷ്ണന്റെ ഓരോ ചലനങ്ങളും റിയൽ ടൈം ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ആണ് കൊടുക്കുന്നത് വൃന്ദാദേവിക്ക്. അതിമനോഹരം. ഇപ്പോഴത്തെ കാലത്തുള്ള വൈഫൈയും അല്ലെങ്കിൽ ഇന്റർനെറ്റും ഒക്കെ ഇതൊക്കെ എവിടുന്ന് വന്നു എന്ന് വിചാരിക്കുന്നു. ഈ കൺസെപ്റ്റ് ഒക്കെ വരുന്നത് അവിടെ നിന്നാണ്. കാര്യം നമ്മൾ പറയും റിയൽ ടൈം. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ഭഗവത്ഗീത നമ്മൾ ചർച്ച ചെയ്യുന്നു, നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നു, റിയൽ ടൈം ആണ് അല്ലെ? നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് നമ്മൾ ചെയ്യുന്നു. ഇത് റെക്കോർഡിംഗ് അല്ലല്ലോ, പഴയ ഇന്നലെ ചെയ്തതല്ല, നമ്മളിപ്പോൾ റിയൽ ടൈമിലുള്ളതാണ്. ഇതേപോലുള്ള റിപ്പോർട്ടിംഗ് ആണ് വൃന്ദദേവിക്ക് കൊടുക്കുന്നത്. കാര്യം ഒരു ദിശയിലേക്ക് സെറ്റ് ഓഫ് തത്തകളെ വിടുമ്പോൾ അവര് അടുത്ത സെറ്റ് പോയി, അവര് വന്ന് അവിടുത്തെ റിപ്പോർട്ട് കൊടുത്തു. അപ്പോഴേക്ക് അടുത്തവര് വന്നു, അപ്പോഴത്തെ റിപ്പോർട്ട് കിട്ടി. ഓരോ സെക്കൻഡിലും ഭഗവാൻ കൃഷ്ണൻ നീങ്ങുന്നതും അവിടെ നീങ്ങി ഇവിടെ എത്തി അപ്പോഴേക്കും നികുഞ്ചത്തിലും, അപ്പോഴേക്കും വൃന്ദദേവി അടുത്ത സെറ്റ് തത്തകളെ വിട്ട് ബാക്കി ഗോപികമാരെ അറിയിച്ച് അവിടെ നികുഞ്ചം എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണമെന്നൊക്കെ അറിയിച്ച്, ഇതെല്ലാം വളരെ പ്രിസൈസ് ആയിട്ടുള്ള പ്ലാനിങ് ആണ്. കൃഷ്ണനും രാധയും അവിടെ എത്തുന്നേക്കാൾ മുമ്പ് ഫുൾ സെറ്റ് ആയിട്ടുണ്ട്, അതിമനോഹരമായിട്ട്. കൃഷ്ണനും രാധയ്ക്കും അത്ഭുതമാവും എന്നും, എങ്ങനെ സംഭവിക്കുന്നു എന്നും അവർക്ക് അത്ഭുതമാവും. ഇത്രയും വളരെ പ്രിസൈസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്ന വൃന്ദാദേവിയുടെ ആ ഒരു സ്കില്ലില്. അപ്പോൾ വൃന്ദാദേവിയാണ് അവിടുത്തെ ഡയറക്ടർ രാധാകൃഷ്ണ ലീലയുടെ. അതിമനോഹരം. ആ ഗോലോക വൃന്ദാവനത്തിലേക്കാണ് നമ്മൾ ഈ ഭക്തിലതാബീജ പോകുന്നത്. നമ്മൾ അവിടേക്കാണ് പോവാൻ ആഗ്രഹിക്കുന്നതും, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം അതാണ് അല്ലെ? അപ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. അങ്ങനെ അവിടെ എത്തണമെങ്കിൽ
ശീല പ്രഭുപാജി പറയുന്ന പോലെ, ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞത് എന്നപോലെ ഭക്തിയുത സേവനങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് ഇവിടെ ശീല പ്രഭുപാദ് പറയുന്നു, ഭക്തിലത ഭഗവാന്റെ പാദങ്ങളിൽ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മത്സ്യത്തിന് വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത പോലെ ആയിരിക്കും അവസ്ഥ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മുടെ പ്രയത്നം അത്യാവശ്യമാണ്. പ്രാർത്ഥനയും പ്രയത്നം, പ്രാർത്ഥന ഇതെല്ലാം ആവശ്യമാണ്. ശ്രീമദ് ഭാഗവതം പുരാണം അമലം യത് വൈഷ്ണവാനം പ്രിയം, അല്ലെ? ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു ഇതെല്ലാം. ശ്രീമദ് ഭാഗവതത്തിലും മറ്റുള്ള ശാസ്ത്രങ്ങളിലും ഒക്കെ പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം. ഭഗവാനും ഭക്തരും തമ്മിലുള്ള ബന്ധങ്ങളും എങ്ങനെ നമുക്ക് അവിടെ എത്താൻ സാധിക്കും, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതിമനോഹരമായിട്ടുള്ള ലീലകൾ പറയുന്നു. അങ്ങനെ നമുക്ക് ആകർഷണം തോന്നുന്നു ആ ലോകത്തിനോടും ഭഗവാനോടും ഭഗവാന്റെ പാർഷദരോടും. അങ്ങനെ പിന്നെ ഗുരുജനങ്ങൾ പറയുന്നതനുസരിച്ച് നമ്മൾ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് നമ്മൾ മെച്ചുവർ ആവുമ്പോൾ ആ ഭക്തിലത ശരിക്കും വളർന്ന് അവിടെ എത്തുന്നു. അങ്ങനെ നമുക്കും ആ അതീന്ദ്രിയമായിട്ടുള്ള ലീലകളിൽ പങ്കെടുക്കാനുള്ള അവസരം ഭഗവാൻ നമുക്ക് തരുന്നു. ഹരേ കൃഷ്ണ. അതിമനോഹരം. ശ്രീമദ് ഭഗവത്ഗീത की जय, जगद्गुरु श्रीला प्रभुपाद की जय. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद. हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यश्च ഹരേ കൃഷ്ണ. താങ്ക് യു എല്ലാവർക്കും. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭുജി. ഹരേ കൃഷ്ണ.